മനുഷ്യൻ പൊതുവെ ഞാൻ എന്ന ഭാവത്തിന് അടിമയാണ്. എന്നാൽ ഞാൻ എന്താണെന്നും ഞാൻ എവിടെയാണെന്നുമെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പ്രയാസമാണ്. ആത്മീയമായി ചിന്തിക്കുമ്പോൾ ഞാൻ എന്നാൽ പരമാത്മാവ് തന്നെയാണ് എന്ന് നമുക്ക് ബോധ്യമാവുകയും ചെയ്യും. ജീവജാലങ്ങൾ ഓരോരുത്തരും പരമാത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ്. നമുക്കെല്ലാം ചില കാര്യങ്ങൾ സ്വയം നിയന്ത്രിക്കാനാകും. എന്നാൽ ഒരു പരമ നിയതാവ് ആകാനാവില്ല. കാരണം പരമ നിയന്താവ് പരമാത്മാവാണ്. ഭഗവാൻ വിവിധ രൂപത്തിൽ വിവിധ ശക്തികൾ ഉപയോഗിച്ച് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നു. മനുഷ്യൻ അവൻ്റെ കഴിവ് ഉപയോഗിച്ച് സ്വയം നിയന്ത്രിച്ചാലും ചില സാഹചര്യങ്ങളിൽ മനുഷ്യൻ്റെ നിയന്ത്രണം ഫലിക്കാതെ വരുന്നു. ശരീരം കൊണ്ട് ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പരിമിതവുമാണ്. കാരണം എല്ലാ ശരീരത്തിലും ഭഗവാന്റെ സാന്നിധ്യമുണ്ട്. ഭഗവാൻ അറിയാതെ ഒന്നും മനുഷ്യൻ്റെ മനസ്സിലോ ശരീരത്തിലോ സംഭവിക്കുകയുമില്ല. അവിടുത്തെ ആഗ്രഹമനുസരിച്ച് മനുഷ്യനും അവനാൽ രൂപപ്പെടുന്ന പ്രപഞ്ചവും ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ മനുഷ്യൻ്റെയും നേട്ടങ്ങൾക്ക് പിന്നിൽ അവൻ്റെ കഠിനാധ്വാനത്തോടൊപ്പം പരമാത്മാവിൻ്റെ നോട്ടവും നിയന്ത്രണവുമുണ്ട്. എന്നാൽ ഭഗവാനിൽ വിശ്വാസമില്ലാത്തവർ അവരുടെ യഥാർത്ഥ അറിവ് ഭൗതിക ശക്തിയുടെ സ്വാധീനത്തിൽ നഷ്ടപ്പെടുത്തുന്നു. ദൈവത്തെ നിഷേധിക്കുന്ന ഇവരെ നയിക്കുന്നത് മായയാണ്. മായ ഒരിക്കലും നല്ലത് ഉപദേശിക്കില്ല. അതിനാൽ ദൈവമില്ല എന്ന ചിന്ത ഉപേക്ഷിക്കണം. ഈശ്വരനാണ് എല്ലാം എന്ന് ചിന്തിക്കുകയും വേണം. ഇതിലൂടെ പരമപുരുഷനായ ഭഗവാൻ പ്രസന്നനാവുകയും അവിടുത്തെ അഭംഗുരമായ കാരുണ്യം മനുഷ്യനിന്മേൽ ചൊരിയുകയും ചെയ്യും. അതിനാൽ ദൈവം ഇല്ല എന്ന ചിന്ത നമ്മൾ ഉപേക്ഷിക്കണം.